ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു LMD. നമ്മൾ ഇന്ന് 10ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയ സർക്കിൾസ് ആൻഡ് ആംഗിൾസ്, അതായത് വൃത്തങ്ങളും കോണുകളും എന്ന പാഠഭാഗത്തിലെ പേജ് 47-ലെ 5ാമത്തെ ചോദ്യമാണ് ചെയ്യാൻ പോകുന്നത്. ഇന്നലെ 46-ലെ 4 ചോദ്യങ്ങൾ വരെ ചെയ്തു കഴിഞ്ഞു. അപ്പൊ ചോദ്യം നമുക്ക് വായിക്കാം. പ്രൂവ് ദാറ്റ് ദ ടു സർക്കിൾസ് ഡ്രോൺ ഓൺ ദ ടു ഈക്വൽ സൈഡ്സ് ഓഫ് ആൻ ഐസോസെലസ് ട്രയാങ്കിൾ ആസ് ഡയമീറ്റേഴ്സ് പാസ് ത്രൂ ദ മിഡ് പോയിന്റ് ഓഫ് തേർഡ് സൈഡ്. ചോദ്യം മനസ്സിലായോ? അതായത് നമുക്ക് 2 സർക്കിൾ ഉണ്ട്. ഈ 2 സർക്കിളിന്റെയും ടു സർക്കിൾ ഡ്രോൺ ഈക്വൽ സൈഡ്, ഈ 2 സൈഡും ഈക്വൽ ആണ്. ഈ ട്രയാങ്കിളിന്റെ ഈക്വൽ സൈഡ് ആണ്, അതായത് ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. ഈ 2 സൈഡും വൃത്തത്തിന്റെ എന്താണ്? ഡയമീറ്ററുമാണ്, വ്യാസമാണ്. അപ്പം എന്താണ് പറയുന്നത്? പാസ് ത്രൂ ദ മിഡ് പോയിന്റ് ഓഫ് തേർഡ് സൈഡ്, അതായത് ടു സർക്കിൾസ് ഡ്രോൺ ഓൺ ദ ഈക്വൽ സൈഡ്സ് ഐസോസെലസ് ട്രയാങ്കിളിലെ ഈക്വൽ സൈഡിൽ കൂടി വരയ്ക്കുന്ന വൃത്തങ്ങള്. ഈ സൈഡ് എന്താണ്? ഡയമീറ്ററുമാണ്. പാസ് ത്രൂ ദ മിഡ് പോയിന്റ് ഓഫ് തേർഡ് സൈഡ്, മൂന്നാമത്തെ വശത്തിന്റെ മധ്യബിന്ദുവിൽ കൂടി കടന്നു പോകും. അപ്പൊ നമുക്ക് പ്രൂവ് ചെയ്യേണ്ട ഈ 2 ലെങ്തും ഈക്വൽ ആണെന്നാണ് തെളിയിക്കേണ്ടത്. മനസ്സിലായല്ല ചോദ്യം? ഇതാണ് ഫിഗർ. ഇത് ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. 2 സർക്കിള് ഇന്റർസെക്ട് ചെയ്യുന്നു. ഈ പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുന്നു. ഈ ട്രയാങ്കിൾ, ഈ 2 ഈക്വൽ സൈഡും ഈ സർക്കിളിന്റെ ഡയമീറ്റേഴ്സ് ആണ്. ഓക്കെ, നമുക്കിത് എങ്ങനെ പ്രൂവ് ചെയ്യാന്ന് നോക്കാം. ചിത്രം വരച്ചിട്ടിട്ടുണ്ട്. ഇതില് നമുക്ക് ത്രികോണത്തിന് പേര് കൊടുക്കാം. ABC. നമുക്കിവിടെ ഒരു കൺസ്ട്രക്ഷൻ ഉണ്ട്. D എന്ന് പേര് കൊടുക്കാം. അപ്പൊ ABയും ACയും ഐസോസെലസ് ട്രയാങ്കിളിന്റെ സൈഡ്സ് ആണ്, ഈക്വൽ സൈഡ്സ് ആണ്. നോട്ട് ഓൺലി ദാറ്റ് AB ആൻഡ് AC ആർ ഡയമീറ്റേഴ്സ്. അപ്പൊ നമ്മൾ ഇവിടെ ഒരു കൺസ്ട്രക്ഷൻ നടത്തി അത് എഴുതാം. ജോയിൻ AD. ഇവിടെ നോക്കിക്കേ, ഇത് AB ഡയമീറ്റർ. അപ്പൊ ഈ ആംഗിൾ എത്ര? 90 ഡിഗ്രി. അതുപോലെ ഇപ്പുറത്തും എന്താണ്? AC ഡയമീറ്റർ. ഈ ആംഗിൾ എത്ര? 90. അതങ്ങ് എഴുതാം. ആംഗിൾ ADB ഈക്വൽസ് 90 ഡിഗ്രി. ആംഗിൾ ADC ഈക്വൽസ് 90 ഡിഗ്രി. റീസൺ എന്താണ്? ആംഗിൾസ് ഇൻ എ സെമി സർക്കിൾ is a angles in a semicircle is a right angle. Okay, ഇനി നമുക്ക് എന്താ ചെയ്യാം? ഇത് രണ്ടൂടെ ആഡ് ചെയ്യാം. ആംഗിൾ ADB പ്ലസ് ആംഗിൾ ADC ഈക്വൽസ് 90 പ്ലസ് 90 ഈക്വൽസ് 180. അപ്പൊ നോക്കിക്കേ, 90 പ്ലസ് 90 180. Therefore linear pairs are supplementary. linear pair. പിന്നെ നമുക്ക് എന്താ കിട്ടി? ഇത് രണ്ടും റൈറ്റ് ആംഗിളിലെ ട്രയാങ്കിൾസ് ആന്ന് കിട്ടി അല്ലേ? 90 ആയതുകൊണ്ട് റൈറ്റ് ആംഗിളിലെ ട്രയാങ്കിൾസ് ആന്ന് കിട്ടി. ട്രയാങ്കിൾ ABD ആൻഡ് ട്രയാങ്കിൾ ACD are right angled triangles. റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾസ്. അപ്പൊ നമുക്ക് ഇവിടെ പൈതഗോറസ് തിയറം അപ്ലൈ. എങ്ങനെ? ഹൈപ്പോട്ടനസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ബേസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇൻ ട്രയാങ്കിൾ ABD ബേസ് സ്ക്വയർ ഈക്വൽസ് ഹൈപ്പോട്ടനസ് സ്ക്വയർ. 90യുടെ ഓപ്പോസിറ്റ് ആണ് ഹൈപ്പോട്ടനസ്, അതായത് AB സ്ക്വയർ മൈനസ് AD സ്ക്വയർ. AB സ്ക്വയർ മൈനസ് AD സ്ക്വയർ. ABയും ACയും ഈക്വൽ അല്ലേ? അതുകൊണ്ട് ABക്ക് പകരം ഞാൻ എന്ത് എഴുതുന്നു? AC എന്ന് എഴുതുന്നു. AC സ്ക്വയർ മൈനസ് AD സ്ക്വയർ. AC സ്ക്വയറിൽ നിന്ന് AD സ്ക്വയർ കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? CD സ്ക്വയർ അല്ലെ DC സ്ക്വയർ എന്ന് കിട്ടും. എന്താണ് ഇവിടെ റീസൺ? എഴുതാം. എന്താണ്? AB is equal to
ഇവിടെ എഴുതാം എ ബി ഇസ് ഈക്വൽ ടു എ സി ആയതുകൊണ്ടാണ് എ ബി മാറ്റി എ സി എഴുതിയത്. അപ്പൊ നമുക്ക് എന്താ കിട്ടി? ബി ഡി സ്ക്വയർ ഇസ് ഈക്വൽ ടു ഡി സി സ്ക്വയർ ഇംപ്ലൈസ് ഗീവ്സ് ബി ഡി ഇസ് ഈക്വൽ ടു ഡി സി. ഇതിന്റെ അർത്ഥം എന്താണ്? ബി ഡി സ്ക്വയറും ഡി സി സ്ക്വയറും ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്താ പറയും? ബി ഡിയും ഡി സിയും ഈക്വൽ ആണ്. ഇതല്ലേ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്? പാസിംഗ് ത്രൂ ദ മിഡ് പോയിന്റ് ഓഫ് തേർഡ് സൈഡ്. ഡി is the midpoint of third side BC. D is the midpoint of എന്താണ്? BC. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമുക്ക് പ്രൂഫ്. അപ്പൊ ഇത് മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ആറാമത്തെ ചോദ്യം. Prove that all the circles drawn on the four sides of a rhombus as diameters pass through a common point. അതായത് നടുക്ക് കാണുന്നത് റോംബസ് ആണ്. റോംബസിന്റെ പ്രത്യേകത എന്താണ്? 4 വശങ്ങളും തുല്യമാണ്. പിന്നെ വികരണങ്ങൾ ലംബ സമഭാജികളാണ്. ഡയഗണൽസ് ആർ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ഓഫ് ഈച്ച് അതർ. ഇനി നമുക്ക് prove that all the circles drawn on the four sides. അപ്പം ഈ റോംബസിന്റെ 4 വശങ്ങളും ഈ 4 വൃത്തങ്ങളുടെ ഡയമീറ്റേഴ്സ് ആണ്, വ്യാസങ്ങളാണ്. അങ്ങനെയാണ് ചിത്രം വരച്ചിരിക്കുന്നത്. നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ഇതെല്ലാം ഒരു കോമൺ പോയിന്റ്, ഇതാണ് പോയിന്റ്. ഈ പോയിന്റിൽ കൂടി കടന്നു പോകുമെന്ന് നമുക്ക് തെളിയിക്കണം. എല്ലാ സർക്കിളും ആ കോമൺ പോയിന്റിൽ കൂടി കടന്നു പോകുമെന്ന് നമുക്ക് തെളിയിക്കണം. ഓക്കെ, നമുക്ക് എങ്ങനെയാണെന്ന് തെളിയിക്കേണ്ടതെന്ന് നോക്കാം. ചിത്രം വരച്ചിട്ടുണ്ട്. നമുക്ക് ചിത്രത്തിന് പേര് കൊടുക്കാം. എ ബി സി ഡി ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ഓന്ന് പേര് കൊടുക്കാം. നമ്മളിവിടെ ഡയഗണൽസ് എല്ലാം വരയ്ക്കുകയാണ്. അപ്പൊ എ ബി സി ഡിയുടെ പ്രത്യേകത എന്താണ്? എല്ലാ വശങ്ങളും തുല്യമാണ്. പിന്നെ ഡയഗണൽസ് പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആണ്. എ ബി സി ഡി ഇസ് എ റോംബസ്. എന്താണ് റോംബസിന്റെ മലയാളം? എന്താ? സമഭുജ സാമാന്തരികം. Diagonals are perpendicular bisectors. ഓക്കെ, ഇനി നമുക്ക് ഓരോ ഡയമീറ്റർ എടുക്കാം. ഇവിടെ നോക്കിക്കേ, എ ഡി എസ് ഡയമീറ്റർ ഇവിടെ O ആണ്, സെന്റർ O. ആംഗിൾ എയോടി എത്രയായിരിക്കും? 90 ഡിഗ്രി അല്ലേ? ആംഗിളിന്റെ സെമി സർക്കിൾ. അപ്പം അർദ്ധവൃത്തം അല്ലേ എ ഡി ഡയമീറ്റർ വരുമ്പോ. അതുപോലെ ഇവിടെ നോക്കിക്കേ, എ ബി എസ് ഡയമീറ്റർ ഈ ആംഗിൾ എത്ര ആയിരിക്കും? ഈ നടുക്ക് വരുന്ന എല്ലാ ആംഗിളും 90 90 90 ആയിരിക്കും. എ ഒ ബി 90 ഡിഗ്രി. അടുത്ത ബി സി എസ് ഡയമീറ്റർ ബി ഒ സി 90, സി ഡി എസ് ഡയമീറ്റർ സി ഒ ഡി 90 ഡിഗ്രി. ഇതെല്ലാം നമുക്ക് എഴുതാം. സെയിം റീസൺ ആണ്. ആംഗിളിന്റെ സെമി സർക്കിൾ ഇസ് എ റൈറ്റ് ആംഗിൾ. അപ്പൊ ഡയമീറ്ററിൽ കൂടെ പോകുന്നോണ്ടാണ് 90 ഡിഗ്രി ആയിട്ട് വരുന്നത്. അപ്പൊ സെമി സർക്കിൾ ആകും അല്ലേ? Consider AD as diameter, angle AOD equals 90 degree. Angle in a semicircle. അതുപോലെ ഇനി ബി ഡി എസ് എ ഡി എടുത്തു. ഇനി എ ബി എസ് ഡയമീറ്റർ, എ ബി എസ് ഡയമീറ്റർ ആംഗിൾ എ ഒ ബി ഈക്വൽസ് 90 ഡിഗ്രി. ഇനി അടുത്തത് ബി സി എസ് ഡയമീറ്റർ, ബി സി എസ് ഡയമീറ്റർ
എല്ലാത്തിന്റെ റീസൺ ഇതാണ് കേട്ടോ. VCS ഡയമീറ്റർ ആംഗിൾ BOC ഈക്വൽസ് 90 ഡിഗ്രി. ഇനി CDS ഡയമീറ്റർ ആംഗിൾ COD ഈക്വൽസ് 90 ഡിഗ്രി. 4 90 ഡിഗ്രികൾ കിട്ടി അല്ലെ? ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എന്താ കിട്ടും? 360 കിട്ടും അല്ലേ? ആംഗിൾ അറൌണ്ട് എ പോയിന്റ് 360 ഡിഗ്രി. സോ O is the common point on the circle. Angle AOD plus angle AOB plus angle BOC plus angle COD equals 90 plus 90 plus 90 plus 90. ഇപ്പൊ എത്ര കിട്ടും? 360 എന്ന് കിട്ടും. അപ്പൊ ഈ 4 കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ഈക്വൽസ് 360 ഡിഗ്രി. അപ്പം ഈ പോയിന്റിന് ചുറ്റുമുള്ള 4 ആംഗിളാണ് നമ്മൾ കൂട്ടിയത്. ആംഗിൾ അറൌണ്ട് എ പോയിന്റ് ഈസ് 360 ഡിഗ്രി നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ആംഗിൾ അറൌണ്ട് എ പോയിന്റ് ഈസ് 360 ഡിഗ്രി. അപ്പം ഓയ്ക്ക് ചുറ്റുമാണ് 4 ആംഗിൾസ് വന്നിരിക്കുന്നത്. സോ O be the common point on the circle. O be the common point on the circle. ഇത്രയേ ഉള്ളൂ. O be the common point on the circle. മനസ്സിലായല്ല? കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതൊന്നും എഴുതേണ്ട കാര്യമില്ല. ഇത്രയും എഴുതിയാൽ മതി. നമുക്ക് പോയിന്റ് വൈസ് ആണ് മാർക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഈ 2 ചോദ്യങ്ങളും മനസ്സിലായെന്ന് കരുതുന്നു. ഇനി 2 ചോദ്യങ്ങളോടി ബാക്കിയുണ്ട്. ആ ചോദ്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ ചെയ്യുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ. ഓക്കെ.